ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ സ്റ്റാർട്ടാകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂരിൽ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരും. അപ്പോൾ ഇന്ന് 8:30ക്കാണ് ട്രെയിന്. അപ്പോൾ വയ്യ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇന്ന് മോർണിംഗ് തന്നെ നല്ല ഓണാണ് കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല, അപ്പോൾ നല്ല ഓണാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന്. ഇത് കണ്ടോ, ഇന്നലെ നല്ല മഴയാണെങ്കിൽ ഇന്ന് നല്ല വെയിലാണ്. പക്ഷെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോഴായാലും നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. ഇന്നലെയൊക്കെ നല്ല തണുപ്പേനു. ഇന്നിപ്പോൾ കുറച്ചൊരു ചൂടും കുറച്ചൊരു തണുപ്പുള്ള ഒരു മിക്സഡ് കാലാവസ്ഥ. ഇതൊക്കെ മാമീൻ്റെ ബാൽക്കണിയിലുള്ള ചെടികളാട്ടോ. നല്ല രസമാണ് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ. കുറേ ചെടികളുണ്ട്. ഇതുവരെ നല്ല വെയിലേനി. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കണ്ടിട്ട് ഇപ്പോൾ മഴ പെയ്യും എന്ന് തോന്നുന്നുണ്ട്. ചായക്കപ്പോൾ നേരിയപത്തിരിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നല്ല മഴയേനി. നല്ല മഴ കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്. പോകാനായതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പം അതിന് വന്നതാ. അപ്പോൾ മാമിയുണ്ട് ഇതിൻ്റെ കൂടെ. അവരൊക്കെ വാങ്ങാണ്. ഈ വലിയ വഴുതളങ്ങി കാര്യങ്ങളൊക്കെ വാങ്ങാണ്. പോകുമ്പോൾ കുറച്ച് രസമലായി വാങ്ങി കൊണ്ടുപോകണം എന്ന് പറഞ്ഞില്ലല്ലോ ഉമ്മക്ക്. അപ്പോൾ അത് വാങ്ങാനുള്ള പോക്കാണ്. അപ്പോൾ വാങ്ങാൻ വേണ്ടി പോവാട്ടോ ഷോപ്പിലേക്ക്. ഇവിടെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രസമലായി പാഴ്സൽ എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കണം. ഇന്നൊക്കെ ഇവിടെ ഓയിലുണ്ടാക്കുന്ന സാധനങ്ങളാട്ടോ. കേക്ക്സും ഉണ്ട് ഇവിടെ. രസമലായി ഒക്കെ വാങ്ങിട്ടോ. ഇനി ഇത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കണം, സ്റ്റോറാക്കിയിട്ട്. ഫ്രഷ് റസ്ക് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനത്തെ റസ്ക് ബ്രെഡ് മാത്രം വിൽക്കുന്ന ഒരു ബേക്കറി ഉണ്ട്. അവിടെ പോയി വാങ്ങിയാൽ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ഫ്രഷാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മളിപ്പോൾ ഇന്നുള്ളത് ആപ്പാപ്പാൻ്റെ ബാഗും ഷോപ്പിലായിട്ടുള്ളത്. ഇന്ന് ഡ്രസ്സിങ് ഷോപ്പ് തുറന്നിട്ടില്ല. ആപ്പാപ്പ ഇന്ന് കളക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയതാണ്. അപ്പോൾ ഇന്ന് ഡ്രസ്സിങ് ഷോപ്പ് തുറന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗും ഷോപ്പിലുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബാഗും ഷോപ്പ്. നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ പോവേ. നമുക്കിന്ന് രാത്രി 8:30ക്കാണ് ട്രെയിന്. പിന്നെ ബാൻസവാടിയിൽ നിന്നാണ്. ഇന്ന് ഇവിടുന്ന് പോവുമല്ലോ. അപ്പോൾ നമ്മൾ മാമിക്കൊന്നും വാങ്ങി കൊടുത്തില്ലല്ലോ. അപ്പോൾ പെരയിലേക്ക് 2 പാക്ക് രസമലായി വാങ്ങിക്കൊടുത്തു. അപ്പോൾ മാമിക്ക് നമുക്കൊരു രസമലായി, പിന്നെ വേറെ എന്താ അവിടെ കാണുന്നത് വെച്ചാൽ അത് നമുക്കൊന്ന് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. പാപ്പാൻ്റെ ബാഗും ഷോപ്പിൽ നല്ല കളക്ഷൻ വന്നിരിക്കണേ. അപ്പോൾ നമുക്ക് ഓരോ ബാഗ് തരാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. നമുക്ക് നോക്കിയെടുക്കാം. കുറിക്കാനുള്ള സാധനമൊക്കെ വാങ്ങിക്കണം കേട്ടോ. കടയിൽ നിന്ന് ബാഗ് എടുത്താട്ടോ. ഇത് മോൾട്ടിക്ക് എടുത്ത ബാഗാണ്. പിന്നെ ഇത് അബ്സൂന് എടുത്ത ബാഗാണ്. നല്ല അടിപൊളി ബാഗാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എനിക്കെടുത്ത ബാഗും ഒരു പൗച്ചും. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആയി. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ബാംഗ്ലൂരിൽ നമ്മൾ റിട്ടേൺ പോരുകയാണ്. അപ്പോൾ ഇവിടെ ബാൽക്കണി ഇരുന്നിട്ട് ചായ കുടിക്കാനടിച്ചു. അപ്പോൾ നല്ല ഉള്ളിവടയും നല്ല ചായയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ മഴ ഇനിയും. ഇപ്പോൾ ഇവിടെ നല്ല മഴ കഴിഞ്ഞിട്ടോ. നല്ല മഴ ഇതിനും. ഇപ്പോൾ പെട്ടെന്ന് വെയിൽ തന്നെ ആയിട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണേ ഈ ഒരു ബാൽക്കണി വന്നുള്ള ഇരുത്തവും ഈ ഒരു നൈറ്റിൽ ഇവിടെ വന്നിട്ട് ഈ സ്ട്രീറ്റ് ആസ്വദിക്കണ ഈ ഒരു ഇതാട്ടോ. ഇവിടെ വന്നിരിക്കുന്ന വൈബ് വേറെ ഏതിനും കിട്ടൂല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ നാട്ടിൽ പോയാൽ മിസ്സാകുന്ന ഒരു കാര്യം ഇതായിരിക്കും. മിസ് ചെയ്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ നാട്ടിലെത്തിക്കണം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്സാകുന്നുണ്ട്. നല്ലപോലെ കരച്ചിലും വരുന്നുണ്ട്. ഇനി എന്നാ അങ്ങോട്ട് എന്നുള്ള അറിയില്ല, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ നല്ല മിസ് ചെയ്യും. നല്ല രസമായിരുന്നു അവിടെ. ഓരോ നിമിഷവും ബാൽക്കണി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ആ ചായയൊക്കെ കുടിച്ചത്. പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ കിച്ചണിക്ക് പോയപ്പോഴുണ്ട് മാമി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ബിരിയാണി പാക്കാക്കുക. അപ്പോൾ ഇങ്ങനെ ഡിസ്പോസിബിൾ പാത്രത്തിലാക്കിയോട്ട്
നമുക്കത് ക്യാരേജ് ചെയ്യും വേണ്ട, നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി. കൊണ്ടുപോകാനുള്ള ലഗേജുകളാണ് ഇതൊക്കെ. അപ്പോൾ പെട്ടിയൊക്കെ പാക്കാക്കി അവിടെ വെച്ചതേനു കേട്ടോ. അപ്പോൾ തിരിച്ച് പോരുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഊബർ ബുക്ക് ചെയ്തിക്കണേ. 6:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും കേട്ടോ. കാരണം നല്ല ട്രാഫിക്കാണല്ലോ. ബാൻസവാടിയിൽ നിന്നാണ് ട്രെയിന് 8:30 മണിക്കാട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിക്കണേ. ഭയങ്കര സങ്കടം, ഭയങ്കര മിസ്സിങ് ആണ്. എസ്പെഷ്യലി ഈ ബാൽക്കണി, ഇത് ഭയങ്കര മിസ്സിങ് ആണ് ഞങ്ങൾക്ക്. പിന്നെ ഇവിടുത്തെ അക്ക, പിന്നെ മാമി, ആപ്പാപ്പ എല്ലാവരും മിസ് ചെയ്യേ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതൊക്കെയാണ് ഇവിടുന്ന് ഭയങ്കര മിസ്സാക്കുക. നല്ല മിസ്സാവും ഈ ബാൽക്കണി എന്നും വന്നുള്ള ഇരുത്തം, പിന്നെ ഇവിടെ നിന്നുള്ള ചായ കുടി ഒക്കെ ഭയങ്കര മിസ് ചെയ്യും കേട്ടോ. നല്ല കാറ്റാട്ടോ, നല്ല അടിപൊളി കാറ്റാണ്. ഇതൊക്കെ ഭയങ്കര മിസ് ചെയ്യും. ഇനി നാട്ടിൽ വന്നങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇനി എന്നാ വരികയെന്ന് നമുക്കറിയില്ല. ഇൻഷാ അല്ലാ ഇനി വരും. ഈ അടുത്തൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഇൻഷാ അല്ലാ വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ തൽക്കാലം നമ്മൾ ബാംഗ്ലൂരിനോട് ബൈ പറഞ്ഞ് നമ്മൾ പോരുകയാണ്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. നല്ല രസമുള്ളൊരു വ്യൂ ആണേ. നോക്ക്, നല്ല രസമുണ്ടേ. കുറേ ടൈം അതൊക്കെ ആസ്വദിച്ചവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ടൈം ലിമിറ്റ് കൊണ്ട് ഒരുങ്ങി ലഗേജൊക്കെ പാക്കാക്കി താഴെ വന്ന് നിന്ന് ഊബർ വരും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ബാക്കിലുള്ളതാണ് ആപ്പാപ്പ. അപ്പോൾ അത് ആപ്പാപ്പേൻ്റെ ഷോപ്പാണ്, ബാഗും ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അക്കനോട് പോയി യാത്ര പറഞ്ഞ്. അപ്പോൾ അക്ക ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഈ മുല്ലപ്പൂ എല്ലാവർക്കും തന്നിക്കണ്. ഭയങ്കര സങ്കടം, അക്ക കരഞ്ഞൊക്കെ ചെയ്ത്. അപ്പോൾ ഇനി വരാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം അവിടെ നിന്ന് പോന്ന്. ഇത് ആപ്പാപ്പാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, ആണ് ആപ്പാപ്പാൻ്റെ ഷോപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഊബറിന് വെയിറ്റ് ആക്കിയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ബാനസവാടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് 8:25 ട്രെയിന്. യശന്തപുരം ടു കണ്ണൂർ എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ പരിപ്പരങ്ങാടിയാണ് നമ്മളെ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ നേരത്തെ എത്തി. ഊബർ വിളിച്ച് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് അവിടെ എത്തി, കാരണം നല്ല ട്രാഫിക്കല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് മാമിൻ്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടുണ്ട് ബാൻസവാടിക്ക്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. ട്രെയിന് കറക്റ്റ് ടൈമായപ്പോൾ തന്നെ എത്തിയിട്ടോ. ഇതാണ് നമ്മളെ ട്രെയിന്. യശന്തപുരം ടു കണ്ണൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ പറഞ്ഞ ടൈമിന് തന്നെ എത്തിക്കണേ. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ടോ. ട്രെയിൻ കയറി നമുക്ക് സീറ്റൊക്കെ കിട്ടി, കുഴപ്പമൊന്നുമില്ല. പുറപ്പെട്ട് എല്ലാവർക്കും നല്ലൊരു വിഷമം. ഈ യാത്ര പറച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും പോകുന്നുണ്ട്. ഇൻഷാ അല്ലാ നാളെ എത്തും നാട്ടിൽ. ട്രെയിൻ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നിരുന്നു കേട്ടോ. നല്ല ടയേർഡ് ചെയ്യുന്നു എല്ലാവരും. പിന്നെ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നുണ്ടായില്ല, കാരണം മാമിനെയും അപ്പാപ്പനെയും നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മൾ ഈ ടൈമിലൊക്കെ. അപ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മിങ്കിളായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ലേന്. അപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ നല്ല മഴ. കേരളത്തിൽ ലാൻഡില്ലോ, അപ്പോൾ തന്നെ നല്ല മഴ. ഈ ഒരു 1 വീക്കായിട്ട് നല്ല മഴ തന്നെയല്ലായിരുന്നു നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല മഴയായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ. അന്നേരം ഫാനൊക്കെ ഓഫാക്കിയിട്ടാണ് പിന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. പാലക്കാട് എത്തിയ മുതൽ ഇങ്ങനെ കുറേ വയലുകളും പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ. അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കണ്. നല്ല മഴയല്ലേനു ഒരാഴ്ചയായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ നല്ല വെള്ളം കയറിയിരിക്കണ്. നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങളെ ബോഗിയിൽ നല്ല വെള്ളം വന്നിരിക്കണം. അപ്പം ലഗേജൊക്കെ ഞങ്ങൾ സീറ്റിലുമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്ത് തുടങ്ങി. പുറത്ത് നല്ല മഴയാണ്. അതിശക്തമായ മഴ, നല്ല മഴക്കാറുമുണ്ട്. ഇതൊക്കെ തന്നീന് മുല്ലേനിട്ടോ. ഞങ്ങൾക്ക് അക്കൻ്റെ ഓർമ്മക്ക് തന്നീനതേനി. അക്കൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് തന്നത് കഴിഞ്ഞിട്ടത്. ഇത് വാടിപ്പോയി.
ഇനി വീട്ടിൽ കൊണ്ടുപോയി പ്രിസർവ് ചെയ്തെക്കണം. നല്ല മഴ പെയ്തിട്ടു. ഷൊർണൂരാണ്. പെരും മഴ വെച്ചാൽ പെരും മഴയാണ്. നല്ല മഴ, അതിശക്തമായ മഴ. ഏകദേശം എത്താനായിട്ടോ. അപ്പോൾ ഷൊർണൂർ കഴിഞ്ഞ് നമുക്ക് വരുന്ന സ്റ്റോപ്പ് നിങ്ങൾ പറയുന്ന കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറ കഴിഞ്ഞാൽ പിന്നെ തിരൂര്, അത് കഴിഞ്ഞാൽ പിന്നെ പരപ്പനങ്ങാടിയാണ്. ഒരു 7 മണി 7:15 നമ്മൾ എത്തും. പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ നല്ല ഫാസ്റ്റ് ഉണ്ട്. ട്രെയിനിപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റിലാണ് പോകുന്നത്. ഷൊർണൂർ നല്ല അടിപൊളി മഴ ഉണ്ടല്ലോ. പാലക്കാട് നല്ല മഴയാണ്. മഴ ഇല്ല, പക്ഷെ ഇങ്ങനെ തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. രാവിലെ ആയപ്പോൾ വിശന്നപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കഴിക്കുക ചെയ്തത് കേട്ടോ. പിന്നെ അന്നേരം ടീയും കോഫിയൊന്നും വന്നില്ല, അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു സ്റ്റോക്ക്, അപ്പോൾ അതും കുടിച്ചു. കുറ്റിപ്പുറം സ്റ്റേഷനിലെത്തിട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനും കൂടി തിരൂര് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനായിട്ടോ. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്, യശന്തപുരം ടു കണ്ണൂർ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി ലാൻഡി. നമ്മൾ പരപ്പനങ്ങാടി എത്തി. നമ്മളിനി ഇവിടുന്ന് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടുന്ന് ഇനി ബസ് കയറിയിട്ട് വേണം കൊണ്ടോട്ടിയിലേക്ക് പോകാൻ. ഇത് കയറിയാണ്ട് അപ്പുറത്തെ സൈഡിലെത്തണം കേട്ടോ. അവിടെ ബസ് സ്റ്റോപ്പ്. നമ്മൾ റെയിൽവേയിൽ ഇറങ്ങി. അപ്പോൾ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുക. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അടുത്ത് ഓരോരോ ലഗേജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് കയറി ലഗേജൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ടോട്ടിയിലേക്ക്. മഴ ആയത് കാരണം ന്യൂസിലുണ്ടായിരുന്നല്ലോ ഈ ഹൈവേയിൽ ഒരു വിള്ളൽ വന്നെന്ന്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടി ഭാഗത്തു കൂടെ പോകുമ്പോൾ. പിന്നെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്തേ. നല്ലോണം ഇടിയൊക്കെ വെട്ടിയിട്ട് നല്ലൊരു അടിപൊളി മഴ പെയ്ത്. കൊണ്ടോട്ടി എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പെരയിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. നാട്ടിലെത്തിയപ്പോൾ നല്ല മഴയാണ്. നല്ല മഴ. ഓട്ടോറിക്ഷ കയറി വേഗം പെരയിലേക്ക്. ഫൈനലി നമ്മളെ പെരയിലെത്തിയിരിക്കുന്നു. നല്ല മഴ കേട്ടോ. ഇവിടെ എത്താൻ കാത്തിക്കരി മഴ ആവുന്നുണ്ട്. പെരയിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ലാസ്റ്റ് വീഡിയോ ബാംഗ്ലൂരത്തെ. അപ്പോൾ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു കുട്ടി വ്ളോഗാണ്. അവിടുന്ന് പോരുന്ന മുതൽ ഇവിടെ നാട്ടിലെത്തുന്ന വരെയുള്ള വീഡിയോ. ശരിക്കും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. നല്ലോണം മിസ്സാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.